ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീഡിയ, പ്രതിപക്ഷം, പിന്നെ നമ്മളെ പൊതുജനമുണ്ടല്ലോ. അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ഫോണിലൂടെ നേരിട്ടും അല്ലാതെ ഈ മന്ത്രിയുടെ സത്യസന്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരാളുടെ ഭാര്യ ജില്ലാ കളക്ടറായി ഇരിക്കുമ്പോൾ എത്ര പേരോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്നറിയാമോ? എല്ലാവർക്കും ഞാൻ എന്ത് നടപടിയാ എടുക്കുന്നതെന്ന് അറിയണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് മുഖം രക്ഷിക്കാനായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നോട് മനസ്സുകൊണ്ട് ദേഷ്യമൊന്നും തോന്നരുത്. കുറച്ചു നാളത്തേക്ക് ശാലിനി ഒന്ന് മാറി നിൽക്കണം. സസ്പെൻഷൻ മറ്റൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നിർബന്ധിത ലീവ്, അങ്ങനെ ഒരു വാക്കേ ഇപ്പോഴിതിൽ ഉപയോഗിക്കാൻ പറ്റൂ. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എന്നിട്ട് നമുക്ക് ലീവ് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ശരിയല്ല. ഞാൻ പറഞ്ഞതില് തെറ്റായിട്ടൊന്നുമില്ലെന്ന് ശാലിനിക്ക് തന്നെ അറിയാമല്ലോ. ഒരുപാട് ദുഷ്പേര് കേട്ടിട്ടുള്ളതാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. എന്നെ ആ കസേരയിൽ ഇരുത്താൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ, എനിക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥരെ കൂടി തരണമെന്ന്. ഭരണത്തിൽ കയറി ഇന്നുവരെ അഴിമതിയുടെ കറ പുരളാതെ ഇവിടം വരെ എത്തിക്കാനും പറ്റി. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്നേ എനിക്കൊരാഗ്രഹമുള്ളൂ. വെറുതെ ആണെങ്കിലും പ്രതിപക്ഷത്തിന് തല്ലാൻ ഒരു വടി നമ്മളായിട്ട് കൊടുക്കണോ ശാലിനി? അതിനൊരു മുൻകരുതലാ ഈ നിർബന്ധിത ലീവ്. മറ്റൊന്നും തോന്നരുത്. മറ്റുള്ളവരുടെ കണ്ണുകെട്ടാൻ വേണ്ടിയുള്ള ഒരു ലുടുക്കു പണിയാണെന്ന് മാത്രം വിചാരിച്ചാ മതി. ഓക്കെ? ഓക്കെ സർ. ഞാൻ വിളിക്കാം. പറഞ്ഞ പോലെ തന്നെ പണി പറ്റിച്ചല്ലേ? ഇമ്മണി കാശറിഞ്ഞു, അതെല്ലാരും കൂടെ പിരിച്ചെങ്കിൽ എനിക്ക് തരണം. അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാവുന്നേ. താൻ അകത്തേക്ക് വാ. അകത്ത് കുപ്പിയും പൊട്ടിച്ച് കാത്തിരിക്കുക സുസ്മിത. ശാലിനിയെ കസേര പുറത്തുനിന്ന് ഇറക്കിയതിന്റെ വിജയാഘോഷത്തിനായി. വാ. ഈ ഒരു കുപ്പിയിലൊന്നും ശാലിനിയെ വലിച്ച് താഴെയിട്ട് എന്റെ കടമൊന്നും തീരില്ല കേട്ടോ. ഈ ചാനൽ ആർക്ക് കൊടുത്തത്? വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെക്കാനായിട്ട് കൊടുത്തത്. അങ്ങനെ കാശ് കുറച്ച് നല്ല രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതല്ല, എല്ലാവർക്കും കൂടെ വേണ്ടിട്ടാ. ചിറ്റപ്പ, ഇത് ചിറ്റപ്പ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പുണ്യോ. ഈ പുണ്യത്തിന് കണക്ക് നോക്കാതെ സുസ്മിത കാശ് തരും. ഇതെങ്ങനെ ഒപ്പിച്ചു? ശാലിനിയുടെ കസേര മാറ്റം അവൾ അറിഞ്ഞുകൊണ്ട് സ്വയം ഒഴിഞ്ഞതോ അതോ ഒഴിപ്പിച്ചതോ? സ്വയം ഒഴിയാനോ? അവള് എടോ മന്ത്രിയെ കൊണ്ട് നിർബന്ധിത ലീവിൽ പോണോന്ന് പറയിപ്പിച്ചു. മന്ത്രിക്ക് തറയെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പ്രഷർ കൊടുത്തു. മീഡിയ, പ്രതിപക്ഷം, പിന്നെ നമ്മളെ പൊതുജനമുണ്ടല്ലോ. അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ഫോണിലൂടെ നേരിട്ടും അല്ലാതെ ഈ മന്ത്രിയുടെ സത്യസന്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. ഒടുവിലെ മന്ത്രിക്ക് തന്റെ വാത്സല്യ ശിഷ്യയോട് പറയേണ്ടി വന്നു, ലീവിൽ പോണ മോളെന്ന്. ചിറ്റപ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ചിറ്റപ്പ തന്നെ വേണം. എന്നാലേ ഇത്ര വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സിയേഴ്സ് പറയാൻ പോകുന്നത് ഒരു ഇരട്ട സന്തോഷത്തിന്റെ പേരിലാണ്. ഇരട്ട ജീവപര്യന്തം കേട്ടിട്ടുണ്ട്. ഇരട്ട സന്തോഷം എന്ന് പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. ശരിക്കും പറഞ്ഞ അവർക്ക് രണ്ടുപേർക്കും ഇത് ജീവപര്യന്തം തന്നെ. ഒരാൾക്ക് ജോലി സ്ഥലത്തും നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ എന്തായി? കളക്ടർ സ്ഥാനത്ത് നിന്നും വീട്ടിലേക്കുള്ള കസേര മാറ്റം. ഒരു കണക്കിന് ശാലിനിക്കായി മന്ത്രി അനുവദിച്ചത് ജീവപര്യന്തം തന്നെ. പുറത്തിറങ്ങാൻ പറ്റുമോ? ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? ഫോൺ പോലും ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥയോ?
പോലീസ് തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞ് നടക്കല്ലേ, പുറത്തിറങ്ങാൻ പറ്റുമോ? ആരോടെങ്കിലും സഹായം ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ല, നേരെ ഭക്ഷണം പോലും കഴിക്കാവോ? അതും ജീവപര്യന്ത ശിക്ഷ തന്നെയാ, അതും ഒറ്റ വിധിയിൽ. സന്തോഷിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? അപ്പൊ ഇന്നത്തെ ചിയേഴ്സ് ഈ ഇരട്ട ജീവപര്യന്തത്തിന് തന്നെ. അപ്പൊ ചിയേഴ്സ്. Cheers. ചിറ്റപ്പ, ഇനി എന്താ നമ്മുടെ അടുത്ത നീക്കം? ഇനിയുള്ളത് ഒരു വെടിവെപ്പ, കാടിളക്കിയുള്ളൊരു വെടിവെപ്പ്. അതിൽ ഒളിച്ചിരിക്കുന്ന വിഷ്ണു പുറത്ത് കാണണം, അവനെ ചാടിക്കണം. അതത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം കുറുക്കന്റെ ജന്മം അവനുള്ളത്. കുറച്ചുനാൾ അവനെ വിഷ്ണുബ്രോ എന്ന് വിളിച്ച് പിന്നീട് നടന്നുള്ളതുകൊണ്ട് പറയുക, അവൻ പിടികൊടുക്കാതെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താ. പ്രത്യേകിച്ചും ചന്ദ്രബോസ് സാറിന്. ഇത്രയൊക്കെ ചെയ്തു തീർക്കാൻ അറിയാമെങ്കിൽ ഇനി അവന്റെ ജീവനും ഞാൻ തന്നെ എടുക്കണമെന്നാണ് അവന്റെ നിർബന്ധമെങ്കിൽ അതും നടത്താടാ. എന്റെ കാൽ ചോട്ടിലോട്ട് അവൻ വരട്ടെ. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ജീവൻ ആപത്ത് വരുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിവോൾവർ ഉപയോഗിക്കാതെ അറിയാലോ. ചുട്ടുകളെ ഞാൻ അവനെ. എന്റെ അടുത്ത് അത് ഞാൻ കളിക്കാൻ വന്നാ. ചിറ്റപ്പ, അത് അറ്റകൈ പ്രയോഗമല്ലേ? അതിനു മുമ്പ് നമുക്ക് അവനെ സറണ്ടർ ചെയ്യിപ്പിക്കണം. എന്നിട്ടിവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളെല്ലാം ചാരായം വാറ്റിയതടക്കം അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി മുതൽ നാട്ടുകാരവനെ സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണുവായി അകത്തു പോയാ കളക്ടർ അഭിമാനം ഓർത്ത് ഒന്നുകിൽ രാജിവെക്കും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങി ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും നമ്മള്. നമ്മളപ്പോ ഇവിടെ നമ്മുടെ മദ്യസമ്പത്തുമായി പുതിയ രീതിയിൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പുതിയ മദ്യരാജാക്കന്മാർ പിറവിയെടുക്കും. തെറ്റി. രാജാക്കന്മാര് മാത്രമല്ല, ഒരു റാണിയും. അല്ല, അപ്പൊ പിന്നെ ഞാനോ? എടാ, നീയല്ലേ ഞങ്ങളെ നടത്തിപ്പുകാരൻ, എല്ലാത്തിന്റെയും അധികാരി. മരം മുറ്റത്തേക്ക് ചാഞ്ഞ ഏതാ കുഴപ്പം? ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കും. ഓ, തൂത്ത് ഒതുക്കുന്നതിന്റെ ഇരട്ടിയാ വീണോണ്ടിരിക്കുന്നത്. പിള്ളേരോ? ഇതെന്താ ഇന്ന് നേരത്തെ വിട്ടോ? ശാരദാമ്മേ, ശാരദാമ്മേ.